പ്രിയപ്പെട്ടവരെ, ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗജന്യ ഡയാലിസിസ് സെന്ററുകളിൽ ഒന്നായ കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഇന്ന് 300ഓളം കിഡ്നി രോഗികൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ വീഡിയോയിൽ വന്നത് അത് മാത്രം പറയാനല്ല. ആ ഡയാലിസിസ് സെന്ററിന്റെ കട്ടിലിന്റെ പരിസരത്തേക്ക് ആളുകൾ വരാതിരിക്കുന്നതിന് വേണ്ടി കൊണ്ടോട്ടി ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്ററിന്റെ നേതൃത്വത്തിൽ മാതൃകാപരമായ ഒരു പ്രവർത്തനം കഴിഞ്ഞ 4 വർഷമായി കേരളത്തിൽ നടത്തി വരികയാണ്. 500ഓളം ക്യാമ്പുകൾ കേരളത്തിന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിലൂടെ മഹല്ല് കമ്മിറ്റികൾ, അമ്പല കമ്മിറ്റികൾ, ക്ലബ്ബുകൾ, രാഷ്ട്രീയ പാർട്ടികൾ, സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ കേരളത്തിന്റെ തെരുവിലൂടെ ഈ വാഹനവുമായി സഞ്ചരിച്ച് 500ഓളം ക്യാമ്പുകൾ നടത്തുകയുണ്ടായി. 1 ലക്ഷത്തിലധികം ആളുകളെ ആ ക്യാമ്പിലൂടെ ഞങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ 1000ഓളം ആളുകൾ ഈ രോഗത്തിന്റെ തുടക്കക്കാരായി നമുക്ക് കണ്ടെത്താൻ സാധിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വീഡിയോ ഇപ്പൊ ചെയ്യാനുണ്ടായ കാരണം, ഈ ക്യാമ്പ് നിരവധി ബുക്കിങ്ങുകളിൽ നടത്തി ഇന്ന് വിവിധങ്ങളായ സ്ഥലങ്ങളിലേക്ക് ക്യാമ്പുകളുമായി പോകുമ്പോൾ ഈ രോഗം ഇന്ന് എല്ലായിടത്തും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളാണ്. കിഡ്നി രോഗവും കിഡ്നി മാറ്റിവെക്കലുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് എല്ലായിടത്തും. പ്രിയപ്പെട്ടവരെ, ഈ രോഗത്തെ നമുക്ക് പിടിച്ചു കെട്ടാൻ കഴിയും. നേരത്തെ ഈ രോഗത്തെ നമുക്ക് കണ്ടെത്തിയാൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. അതുകൊണ്ട് ഇന്ന് നമ്മുടെ ഏറ്റവും വലിയ ബാധ്യത, നാടിനോട്, സമൂഹത്തോട് ചെയ്യേണ്ട ബാധ്യത, ഇത്തരത്തിലുള്ള രോഗമുള്ള ആളുകളെ നേരത്തെ കണ്ടെത്തി അവരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ്. അതുകൊണ്ട് മഹല്ല് കമ്മിറ്റികളും, അമ്പല കമ്മിറ്റികളും, രാഷ്ട്രീയ പാർട്ടികളും, സന്നദ്ധ സംഘടനകളും, ക്ലബ്ബുകളും, ഏത് പാർട്ടി ആവട്ടെ, ഏത് സന്നദ്ധ സംഘടന ആവട്ടെ, ആരും ഇതിൽ കാണുന്ന ഫോൺ നമ്പറിൽ വിളിച്ചാൽ നിങ്ങൾ ഏതു ദൂരമുള്ള സ്ഥലങ്ങളിലേക്കും ഈ ക്യാമ്പുകൾ വരികയും ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ നടത്തി കഴിഞ്ഞാൽ നേരത്തെ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ നേരത്തെ കണ്ടെത്താൻ സാധിക്കുകയും അവരെ നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നുള്ളതാണ് ഈ ക്യാമ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് നിങ്ങൾ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്ത് നിങ്ങളുടെ പ്രദേശങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള ക്യാമ്പുകൾ സംഘടിപ്പിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഒരാളെയെങ്കിലും ഈ കട്ടിലിന്റെ പരിസരത്തേക്ക് എത്താതിരിക്കാനുള്ള ഒരു വലിയ ശ്രമമായി അത് മാറുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്നത്തെ നമ്മളെ ഭക്ഷണ രീതികളും നമ്മുടെ ജീവിത ശൈലികളും നമ്മൾ ഇത്തരത്തിലുള്ള രോഗത്തിലേക്ക് കാറ്റിന്റെ വേഗതയിലാണ് നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ജാഗ്രതയോടുകൂടി നിങ്ങളൊക്കെ ഏത് സംഘടനാ സംവിധാനത്തിന് കീഴിലാണെങ്കിലും വളരെ ചെറിയ പണം മാത്രമാണ് ഇതിന് ഈടാക്കുന്നുള്ളൂ. ഏറെക്കുറെ സൗജന്യമായ രീതിയിലാണ് ഈ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിർബന്ധമായി ഈ ക്യാമ്പുകൾ നിങ്ങളുടെ നാടുകളിൽ ഓരോ പ്രദേശങ്ങളിലും സംഘടിപ്പിച്ചുകൊണ്ട് ആരോഗ്യരംഗത്ത് നിങ്ങളുടെ ഒരു കരുതലും കാവലും ആശ്വാസവും നാടിനും സമൂഹത്തിനും ഉണ്ടാവട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്, മറക്കാതെ ഇതിൽ കാണുന്ന നമ്പറിൽ ഇന്ന് തന്നെ വിളിച്ച് ബുക്ക് ചെയ്ത് നിങ്ങളുടെ നാടുകളിലൊക്കെ ഇത്തരത്തിലുള്ള ക്യാമ്പുകളും പ്രതിരോധ പ്രവർത്തനത്തിന്റെ, ജീവിതശൈലി രോഗങ്ങളുടെ കൃത്യമായ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ച് ആളുകളെ ജീവിതത്തിലേക്ക് കൃത്യമായ ഒരു ജീവിത രീതികളിലേക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ജയ് ഹിന്ദ്.